അല്ല, സത്യത്തിൽ കോൺഗ്രസ് നേതൃത്വം പിന്നെ രണ്ട് തരത്തിലുള്ള തെറ്റുകൾ പറ്റി. ഒന്നാമത്, പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടു പോകുന്നവർ പോകട്ടെ, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതിയിൽ ഇവർക്ക് അതിനെ അവഗണിക്കാമായിരുന്നു. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നു രാഷ്ട്രീയമായിട്ട്. കാരണം കോൺഗ്രസ് വളരെ വലിയൊരു പാർട്ടിയാണ് കേന്ദ്രത്തിലും കേരളത്തിലും. ദേശീയ തലത്തിൽ ഒരുപാട് നേതാക്കൾ പോയിട്ടുണ്ട്, സംസ്ഥാനത്തും ചിലരൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന രാമൻ നായർ കോൺഗ്രസ് വിട്ടുപോയി. അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു താത്വികനും ദാർശനികനുമായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ പാർട്ടി വിട്ടുപോയി, BJP-യിലേക്കാണ് പോയി. അങ്ങനെ ചിലരൊക്കെ BJP-യിലേക്ക് പോയിട്ടുണ്ട്, CPM-ലേക്ക് പോയിട്ടുണ്ട്, KP അനിൽകുമാർ പോയ പോലെ. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫസർ KV തോമസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം. അങ്ങനെ ഇനിയും ചിലരൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പോകുന്നവർ പോകട്ടെ എന്ന രീതിയിൽ അതിനെ അവഗണിക്കുകയാണ് ചെയ്തത്. അതിന് പകരം കോൺഗ്രസ് നേതാക്കളൊക്കെ അതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും മുരളീധരനാണെങ്കിലും അതിന് അമിതമായ പ്രാധാന്യം നൽകി അതൊരു വലിയ ചർച്ചാ വിഷയമാക്കി, വലിയ വാർത്തയാക്കി. അതിലുപരി ഇത് പാർട്ടിയെ ഒരു തരത്തിലും ബാധിക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരോട് നിന്ന് മത്സരിപ്പിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? പത്മജ പോയതിന് കണക്ക് തീർക്കാനായിട്ട് മുരളി തൃശ്ശൂരിൽ മത്സരിക്കുന്നു എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. മുരളീധരൻ വടകരയിൽ സെറ്റിൽഡാണ്. സെറ്റിൽഡ് എന്ന് വെച്ചാൽ പൊളിറ്റിക്കലി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹത്തെ വടകരയ്ക്ക് അയച്ചതിൽ ഒരു ന്യായം ഉണ്ടായിരുന്നു. കാരണം വടകരയിൽ നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാൻ തയ്യാറില്ല, DCC പ്രസിഡന്റായിരുന്ന സിദ്ദിഖ് മത്സരിക്കാൻ തയ്യാറില്ല. ഒരുമാതിരി പേരും പെരുമയുള്ള അല്ലെങ്കിൽ കേൾപ്പോരും കേൾവിയുള്ള ഒരു നേതാവ് വടകരയിൽ മത്സരിക്കാത്തപ്പോൾ ഉമ്മൻചാണ്ടി ശ്രീ K മുരളീധരനോട് വടകരയിൽ മത്സരിക്കാമോ എന്ന് ചോദിക്കുന്നു. മുരളീധരൻ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് വട്ടിയൂർക്കാവിൽ MLA ആണെങ്കിൽ പോലും വടകരയിൽ മത്സരിക്കാൻ ചെല്ലുന്നു. മുരളി വടകര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പായിരുന്നു. കാരണം അത്രയും ശക്തമായ ഒരു എൻട്രിയാണ് അദ്ദേഹത്തിന് അവിടെ ഉണ്ടായത്. തീവട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അത്രയധികം കോൺഗ്രസ്സുകാരും ലീഗുകാരും ചേർന്ന് അദ്ദേഹത്തെ തോളിലെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ അദ്ദേഹം അവിടെ സ്വീകരിക്കപ്പെട്ടു. മുസ്ലിം ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കും വിമത മാർക്സിസ്റ്റുകാർക്കും RMPക്കാരടക്കമുള്ള സോഷ്യലിസ്റ്റുകളടക്കം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ സോഷ്യലിസ്റ്റുകൾ ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു ചെറിയ പ്രദേശമാണ് വടകര. വടകരയിൽ മാത്രമുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് ജനതാദളും പിന്നെ ഉണ്ടക്കോപ്രയുമാണ്. അങ്ങനെയുള്ള ഈ വടകരയിൽ സോഷ്യലിസ്റ്റുകാർക്കും ഏവർക്കും പ്രിയങ്കരനായ ഒരാളായിട്ട് മുരളീധരൻ മാറി. അദ്ദേഹം സാമാന്യം നല്ല ഭൂരിപക്ഷത്തിൽ P ജയരാജനെ തോൽപ്പിച്ചു. കോഴിക്കോട് ജില്ലയിൽപ്പെട്ട 5 മണ്ഡലങ്ങളിലും മുരളി ലീഡ് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ P ജയരാജനെ പോലെ ശക്തനായ ഒരു നേതാവിനെ വടകരയിൽ തോൽപ്പിച്ച് കടത്തനാടൻ മണ്ണിൽ കൊടി പാറിച്ച നമ്മുടെ കണ്ണോത്ത് കരുണാകരൻ്റെ മകൻ മുരളീധരൻ, അദ്ദേഹത്തെ തൃശ്ശൂർ കൊണ്ടുവന്ന് ഒരു ഭാഗ്യപരീക്ഷണത്തിന് നിർത്തേണ്ട ഒരു കാര്യം ഉണ്ടാകത്തില്ല. മാത്രമല്ല, പാവപ്പെട്ട പ്രതാപൻ എത്രയോ നാളായിട്ട് വെയിലും കൊണ്ട് നടക്കുകയാണ്. അദ്ദേഹം 5 കൊല്ലം മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ഗുണത്തിനാണെങ്കിലും ദോഷത്തിനാണെങ്കിലും അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു. എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ തൃശ്ശൂർ ഒന്ന് മത്സരിക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്ത ആൾ. അദ്ദേഹത്തിൻ്റെ സ്നേഹ സന്ദേശ യാത്ര കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണം മാറുന്നതിന് മുമ്പാണ്. അദ്ദേഹം 3.5 ലക്ഷം പോസ്റ്റർ അച്ചടിപ്പിച്ചതിന് ശേഷമാണ്, അദ്ദേഹത്തിന് വേണ്ടി മതിലെഴുതിയതിന് ശേഷമാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. ഇങ്ങനൊരു മാറ്റം വേണ്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെന്താണ് ന്യായീകരണം? ഇപ്പോൾ പത്മജ പോയതിന് പാർട്ടിക്ക് യാതൊരു കുലുക്കവും ഇല്ല, ഒരു ചാഞ്ചല്യവും ഇല്ലെങ്കിൽ പിന്നെ എന്തൊരു മാറ്റം വരുത്തി എന്നുള്ളൊരു ചോദ്യമില്ലേ? ഞാൻ വളരെ ഡിസ്പാഷനേറ്റായിട്ടാണ് ചോദിക്കുന്നത്. മുരളീധരൻ മോശക്കാരനൊന്നുമില്ല. അദ്ദേഹം വട്ടിയൂർക്കാവിൽ മത്സരിച്ചപ്പോൾ ജയിച്ചിട്ടുണ്ട്, നേരത്തെ കോഴിക്കോട്ട് മത്സരിച്ചപ്പോൾ ജയിച്ചിട്ടുണ്ട്, വടകരയിൽ മത്സരിച്ചിട്ട് ജയിച്ചിട്ടുണ്ട്. അങ്ങനെ മത്സരിക്കാനും ജയിക്കാനും കഴിവുള്ള ആളാണ്. തൃശ്ശൂർ അദ്ദേഹം നേരത്തെ തോറ്റിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് കരുണാകരൻ തോറ്റിട്ടുണ്ട്, സഹോദരി പത്മജ തോറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹം ജയിക്കും എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. കാരണം രാഷ്ട്രീയമായിട്ട് അല്പം LDF-ന് UDF-നേക്കാൾ മേൽക്കൈയുള്ള പ്രദേശമാണ് ഈ മണ്ഡല പുനർവിഭജനത്തിന് ശേഷമുള്ള തൃശ്ശൂർ. എന്ന് വെച്ച് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ ജയിക്കാം. ഇപ്പോൾ TN പ്രതാപന് ജയിക്കാമെങ്കിൽ K മുരളീധരന് ജയിക്കാൻ പാടില്ലെന്നല്ല പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു റിസ്ക് എടുക്കണമായിരുന്നു. മാത്രമല്ല, മറ്റ് 2 സ്ഥാനാർത്ഥികളും അവിടെ നേരത്തെ തന്നെ സെറ്റിൽഡാണ്. LDF സ്ഥാനാർത്ഥി സുനിൽ കുമാർ വളരെ ഊർജിതമായിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, അദ്ദേഹം വളരെ കാലമായിട്ട് ആ മണ്ഡലത്തിലും പരിസരത്തുമായിട്ടുണ്ട്. പിന്നെ സിനിമാ നടൻ്റെ ഗ്ലാമറുണ്ട്. ഇങ്ങനെ പല അനുകൂല ഘടകങ്ങളും ഉള്ളവരാണ്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പ്രതാപനെ പോലെ ഒരാളെ മാറ്റിയിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ വടകരയെ സംബന്ധിച്ചോളം പറഞ്ഞാൽ, വടകരയിൽ മുരളീധരനെ പോലെ ശക്തനായ ഒരാളെ മാറ്റിയിട്ട് ഷാഫിയെ കൊണ്ടുവന്ന് എന്തിനാണ് എന്ന് ചോദ്യമുണ്ട്. ഷാഫി മോശക്കാരനായിട്ടൊന്നുമല്ല, ചെറുപ്പക്കാരനാണ്, എവിടെ ഇടിച്ചു കയറുന്ന ആളാണ്. പാലക്കാട്ട് മാത്രമല്ല, കേരളത്തിൽ ഒരുമാതിരി ഏത് മണ്ഡലത്തിലും മത്സരിപ്പിക്കാവുന്ന നല്ല സെക്കുലർ ഇമേജുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം വടകരയിലും നന്നായിട്ട് ഫെയർ ചെയ്യും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പക്ഷേ
ഇങ്ങനെ ഒരു എന്താണ് ഒരു ഭാഗ്യപരീക്ഷണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു കേട്ടു, വടകരയെ സംബന്ധിച്ചിടത്തോളം ലീഗർക്ക് അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മുരളീധരൻ പ്രിയങ്കരനായ ആളാണ്, അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് ലീഡർഷിപ്പ് സത്യത്തിൽ രാഷ്ട്രീയമായ ഒരു അബദ്ധമാണ് ചെയ്തിട്ടുള്ളത്. ഒരേ സമയത്ത് രണ്ടബദ്ധം ചെയ്തു. ഒന്ന്, സെറ്റിൽഡ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്ന് ഒരാളെ മാറ്റും. അതേപോലെ തന്നെ പാർട്ടിയെ ഒരു തരത്തിലും ബാധിക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കൂറുമാറ്റം അല്ലെങ്കിൽ പാർട്ടി മാറ്റം, ചേരി മാറ്റം, അത് പാർട്ടിയെ ബാധിച്ചു എന്ന് പരോക്ഷമായിട്ട് അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് തന്നെ സംബന്ധിച്ചതിന് തുല്യമല്ലേ. ഇപ്പോൾ പ്രതാപനെ മാറ്റിയിട്ട് പ്രതാപൻ പോരാ തൃശ്ശൂർ ജയിക്കാൻ എന്ന് പറഞ്ഞ് മുരളീധരനെ കൊണ്ടിരുപ്പത്തിന് അതിൻ്റെ അർത്ഥം എന്താണ്? പത്മജ പോയതിനെ പാർട്ടി സംശയിക്കുന്നു, ഭയപ്പെടുന്നു. ഇനി പത്മജ പോയതുകൊണ്ടാ കാര്യം ലീഡറോട് ബഹുമാനമുള്ള ആളുകൾ നമ്മുടെ പ്രതാപന് വോട്ട് ചെയ്യാതെ സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ സുനിൽ കുമാറിന് വോട്ട് ചെയ്ത് കളയുമോ എന്ന ഭയമല്ലേ അവർ ഭരിക്കുന്നത്. അപ്പോൾ അത് രാഷ്ട്രീയമായ ഒരു അബദ്ധമാണ്. ഞങ്ങളുടെ ചാലക്കുടി മണ്ഡലത്തിൽ KP ധനപാലൻ കാഞ്ചുവല്ല MP ആയിരുന്നു. അദ്ദേഹം പൊതുവെ നാട്ടുകാർക്ക് സമ്മതനായിരുന്നു. ആ പാവം മനുഷ്യനെ ഇവിടുന്ന് തൃശ്ശൂർക്ക് മാറ്റി. 2014 ഉണ്ടായ കാര്യമാണ്. തൃശ്ശൂർക്ക് മാറ്റി അദ്ദേഹം തൃശ്ശൂർ പോയി മത്സരിച്ച് തോറ്റു. തൃശ്ശൂരുണ്ടായിരുന്ന PC ചാക്കോയെ ഇവിടെ ചാലക്കുടിയിൽ കൊണ്ടു നിർത്തി. പരിണതഫലം എന്താണെന്നറിയാമല്ലോ. കോൺഗ്രസിലെ എല്ലാ ഗ്രൂപ്പുകാരും, A ഗ്രൂപ്പും I ഗ്രൂപ്പും തിരുത്തൽവാദിയും തിരുമ്മൽവാദിയും ഗ്രൂപ്പില്ലാത്ത ഗ്രൂപ്പും എല്ലാവരും കൂടി ചേർന്ന് PC ചാക്കോയെ തോപ്പിച്ചു. അങ്ങനെ ചാലക്കുടി പോലൊരു മണ്ഡലത്തിൽ PC ചാക്കോയെ പോലെ ശക്തനായ ഒരാൾ തോക്കണമെങ്കിൽ എത്ര വലിയ എതിർ വികാരമാണ് അവിടെ ഉണ്ടായത് എന്ന് ഊഹിച്ചാൽ മതി. കാര്യം ഇന്നസെൻ്റ് സിനിമ എന്നാണ് ആ നിലയിലൊരു സ്വീകാര്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ പോലും PC ചാക്കോയെ തോൽപ്പിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. സാക്ഷാൽ കതറിട്ട കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിനെതിരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ പരാജയം വരെ അവർ ആ നിലയിലുള്ള പ്രവർത്തനം തുടരുകയും ചെയ്തു. ചാക്കോ പാർട്ടി വിട്ടുപോയി. പക്ഷേ പാർട്ടിക്ക് ഉണ്ടാക്കിയ ക്ഷതം, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ആ മണ്ഡലം വച്ചു മാറ്റം ഉണ്ടാക്കിയ ക്ഷതം ഇന്ന ദിവസം വരെ തീർന്നിട്ടില്ല. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു വലിയ അബദ്ധം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക ശക്തിയും സാമുദായിക പിൻബലവും ഉണ്ടായിരുന്നു. ഇത് മൂന്നും അദ്ദേഹത്തിന് ഒരേ തലത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞു. പക്ഷേ നാട്ടുകാർ അതുകൂടി കണക്കാക്കിയിട്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പണി, നമ്മുടെ ഗ്രാമ്യ ഭാഷ പറഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കൊടുത്തു എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഒരു സമുദായക്കാരും മോശമായിരുന്നില്ല. യാക്കോബായക്കാർ കൂടുതലുള്ള സ്ഥലത്തും കത്തോലിക്കരെ കൂടുതലുള്ള സ്ഥലത്തും ഈഴവർ കൂടുതലുള്ള സ്ഥലത്തും എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പണി തന്നെ നാട്ടുകാർ കൊടുത്തു.